ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ പണ്ഡിതന, മഹാന, അറിയപ്പെടുന്ന വലിയൊരു മഹാന. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ഗ്ലാമർ കണ്ടപ്പോൾ, സുന്ദരിയ തൻ്റെ ഭാര്യ, സ്നേഹം കൂടിയപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ട ഏതാണാ പഴച്ചു പോകാത്തെ? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, നിന്റെ സൗന്ദര്യം കണ്ട ഏതൊരു ചെറുപ്പക്കാരനും പഴച്ചു പോകും, അത്രയ്ക്കും സൗന്ദര്യമാ നിനക്ക്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആമിനെ തെങ്ങിന്റെ മുകളിൽ കയറണമല്ല. അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞത്, ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചില കാര്യം പറയാൻ പാടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയാൻ പേടിയാ. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ അടിക്കാന്ന്. അത്ര എടുത്തോളൂ, അടിക്കാന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ടാ ഓരോരുത്തർ പറയുന്നത്. ചില കാര്യങ്ങൾ പറയാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ആമിനടുത്ത് പറയും, അല്ലാ നീ മലക്കുകളെ പോലെ ഇരിക്കുന്ന, ഹൂർലിങ്ങൾ പ്രസവിച്ച പോലെ നീ ഇരിക്കണം, എന്തൊരു സൗന്ദര്യം, അല്ലോ. അങ്ങനൊന്നും പറയില്ല. എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യം പറയണം? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരും, അല്ലാ അപ്പാ ശരിയാ പറഞ്ഞേക്ക, ഇല്ല എങ്ങനെ ചിന്ത വരും. അപ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് നീ എന്തൊരു സൗന്ദര്യം, നിന്റെ സൗന്ദര്യം കണ്ട ഏത് ആണും നിന്റെ മുന്നിൽ തോറ്റുപോകും. ഇത് പറഞ്ഞപ്പോ ഈ പെണ്ണിനൊരു വല്ലാത്ത, അങ്ങനാണോ അതങ്ങനെ. അപ്പൊ പറഞ്ഞ് ഇത്തിരി വെളുപ്പൊക്കെ ഭാര്യ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നിനക്ക് അവനെ ഒന്ന് വളയ്ക്കാൻ പറ്റും? ഭർത്താവ് മരപ്പട്ടിക്ക് ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, എങ്കിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഒരാളെ പറഞ്ഞു തരാം, നിനക്ക് അവനെ ഒന്ന് പഴപ്പിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് വയ്ക്കേ. പക്ഷെ ആ പെണ്ണ് ഇത്തിരി ഈമാനുള്ളതെങ്കിൽ ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് കയറിയതാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, എന്നാ ഞാൻ പിഴപ്പിക്കാം, ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, വെറുതെ പറഞ്ഞതല്ല, മക്കയിൽ നടന്ന സംഭവമാ. ഭർത്താവ് പറയുകയാണ്, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നിനക്കൊന്ന് പഠിപ്പിക്കാൻ കഴിയുമോ? പടച്ചറപ്പേ. ഭർത്താവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഭാര്യ അതിന് തയ്യാറാവുകയാണ്. ഭർത്താവ് പറഞ്ഞു, ഒരിക്കലും ആ മനുഷ്യനെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല. ആരൊക്കെ നിന്റെ ശരീരം കണ്ട നിന്റെ കൂടെ കൂടിയാലും നിനക്ക് ഒരിക്കലും ആ ചെറുപ്പക്കാരനെ പിഴപ്പിക്കാൻ കഴിയില്ല. പെണ്ണിന് വല്ലാത്ത ദേഷ്യമായി, അവിടെ നിന്ന് വല്ലാത്ത വാശിയായി, പടച്ചവനെ ശരീരം മുഴുവനും വസ്ത്രം മറച്ചുകൊണ്ട് സുന്ദരിയായ പെണ്ണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലേക്ക് കടന്നു പോവുകയാ. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ നിൽക്കുമ്പോ വല്ലാത്ത അറിവുള്ള ഒരു മനുഷ്യനാട്, പണ്ഡിതനാട്. ഈ പെണ്ണ് ചെന്നിട്ട് ചോദിക്കുകയാ, എനിക്ക് ചില മസലകൾ ചോദിക്കാനുണ്ട്, എനിക്ക് ചില മസലകൾ ചോദിക്കാനുണ്ട്, എനിക്ക് ചില അറിവുകൾ പറഞ്ഞു തരുമോ? ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു തരാ. പെണ്ണ് പറഞ്ഞു, നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം, കുറച്ചങ്ങോട്ടങ്ങ് മാറി നിൽക്കാം. പടച്ചവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തി. അവസാനം അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെണ്ണ് തന്റെ മുഖത്തിട്ടിരിക്കുന്ന മറയങ്ങ് മാറ്റുകയാണ്, തന്റെ ഹിജാബെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് തന്റെ സൗന്ദര്യം ആ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നില് തന്റെ സൗന്ദര്യം ഇങ്ങനെ തുറന്നു കാണിച്ചിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, ഉബൈദേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? അല്ലാഹുവേ. ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, പെണ്ണേ, നീ എവിടെ വെച്ചാ ചോദിക്കുന്നതെന്നറിയുമോ? നീ എവിടെയാ നിൽക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് അവിടെ ആ ചെറുപ്പക്കാരനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കുകയാ, പെണ്ണേ, അതാ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാ. പക്ഷെ അവിടെ നിന്ന് ചോദിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ മുഖറബ് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുകളും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്.
ശഹീദ്. കണ്ണുകൊണ്ട് മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ മരണം കണ്ണിന്റെ മുന്നിൽ വരുന്ന സമയം നീ ഇത് ചെയ്താ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നോ പെണ്ണേ? ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന സമയം അവര് മുഴുവനും ചുറ്റുഭാഗത്ത് നിന്നിട്ട് കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക വളന്ന അന്നഹുൽ ഫിറാക വൽതഫതി സാക ബിസാക ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്. ആ ഭയാനകമായ രംഗമുണ്ടല്ലോ, ആ സമയത്ത് നീ ഇത് ചെയ്താ നിനക്ക് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ പെണ്ണേ? 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടുമല്ലോ. ആരാരുമില്ലാത്ത കബറിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോ 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവിടെ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, ചെമ്പിന്റെ തറയിലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് ലോകത്ത് കടന്നു വന്ന സർവരുടെയും മുന്നിൽ വെച്ചിട്ട് അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ അവരുടെ മുന്നിൽ നിന്നുകൊണ്ടൊരു വ്യഭിചാരിയെ പോലെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് നിനക്ക് നാണം കെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ പെണ്ണേ? ഈ പറയുന്നത് ചുമലിലിരിക്കുന്ന 2 മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാ. നാളെ നിന്നെ റബ്ബിന്റെ മുന്നിൽ വെച്ച് ഈ നന്മതിന്മ എഴുതിയ കിതാബ് നിന്റെ കയ്യിലേക്ക് എടുത്തു തരുമ്പോ നിനക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഈ ചോദിച്ചതിന്റെ പേരില്, ഇത് ചെയ്തതിന്റെ പേരില് ആ കിതാബ് എടുത്തു തരുമ്പോ അതിനകത്ത് എല്ലാം എഴുതി വച്ചിരിക്കുകയാ. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാനും നിങ്ങളും ചോദിക്കുമല്ലോ, നാളെ നന്മതിന്മ എഴുതിയ കിതാബ് എടുത്ത് എന്റെ കയ്യിൽ തരുമ്പോ വായിച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ ആരും കാണാതെ പായിപ്പാട് പള്ളിയില് എന്റെ റൂമിന്റെ അകത്തിരുന്ന് ഞാൻ ചെയ്തതുപോലും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാരെ. എല്ലാം പടച്ചവര് ഞാൻ ആരും അറിയില്ലെന്ന് കരുതിയത് സർവ്വതും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാരെ. ഇതെന്ത് കിതാബാ അല്ലാ? പെണ്ണെ, നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നരകത്തിന്റെ മുകളിലൂടെ പടച്ച റബ്ബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം, ആ പാലത്തിന്റെ മുകളിലൂടെ നിനക്കൊന്ന് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പെണ്ണിന്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി, ആ പെണ്ണിന്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി. കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ മിസ് കോളാണെന്ന് പറഞ്ഞ് നിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അവസാനം പടച്ചവരെ മോശമായ സംസാരങ്ങൾ പറയാൻ തുടങ്ങുമ്പോ അത് പാപമാ, ഇത് അപരാധമാ, ഇത് ചതിയാണ്, ഇത് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാണ്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. പെണ്ണേ, നീ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ. പെടാ ചെറുപ്പക്കാരാ, എന്നെ പോലെ ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്, ആ പാവപ്പെട്ടവളെ നീ ചതിക്കല്ലേ. അല്ലാഹുവിനെ ഭയക്കൂ. ഒരൽപ്പ നേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ചെറുപ്പക്കാരാ, എന്ന് പറഞ്ഞു കൊടുത്ത് നേരെയാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പാപങ്ങൾ
പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ, കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ, പലിശ തിന്നാൻ അവസരം കിട്ടുമ്പോ, ഹറാമായ വഴിയിലൂടെ പണം എളുപ്പത്തിൽ കിട്ടാൻ വഴികളുണ്ടാകുമ്പോ, ഈ സമയത്ത് ആരുടെ കണ്ണ് വെട്ടിച്ചാൽ എന്നെ പടച്ച റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു ഉറങ്ങുന്നില്ല, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹയാണ് സാക്ഷി, അല്ലാഹുവാണ് സാക്ഷി. ഈ പറയുന്നത് എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ, റബ്ബ് കേട്ടുകൊണ്ടിരിക്കുകയാ, എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയുണ്ടായിട്ട് പാപം ചെയ്താ അത് ധിക്കാരമല്ലേ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ടെടാ, എങ്ങനെ കഴിയുന്നടാ നിനക്ക് വ്യഭിചരിക്കാൻ? എങ്ങനെ കഴിയുന്ന നിനക്ക് കള്ളു കുടിക്കാൻ? അല്ലാഹ് കാണുന്നുണ്ടല്ലോ, ആര് കണ്ടില്ലെങ്കിൽ. ആ അല്ലാഹ് കാണുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടായിട്ട് നീ ചെയ്യുന്നല്ലോ, ഈ ധിക്കാരത്തിന് നീ നാളെ അല്ലാഹു എന്ത് മറുപടി പറയും? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തെറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ നെഫ്സിനെ നമുക്ക് പിടിച്ചിർത്താൻ കഴിയണം. മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അവസരങ്ങൾ നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോഴാ അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? അള്ളാഹു മലക്കുകളെക്കാളും നമുക്ക് മഹത്വം നൽകിയേ. മലക്കുകളെക്കാളും മഹത്വം അള്ളാഹു നമുക്ക് എന്തേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവർ 24 മണിക്കൂറും ഇബാദത്തും ചെയ്തിരിക്കുക, അവർക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ചവനെ, എടാ റോഡിലൂടെ പോകുമ്പോൾ എന്തെല്ലാം പോസ്റ്ററുകൾ കാണുന്നു, എന്തെല്ലാം വൃത്തികേടുകൾ കാണുന്നു, പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിൻ്റെ ഇടയിലൂടെ അല്ലാ എന്ന് വിളിച്ചടക്കണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗം അല്ലാഹ് തരുന്നത്. ആ മലക്കുകളെക്കാളും മഹത്വം നമുക്ക് നൽകുന്നത് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാട്ടിൽ പോയിരുന്ന് ജീവിക്കാം, വനത്തിൽ പോയി ജീവിക്കാം. ഓൻ എന്ത് പാപം ചെയ്യാനാ? അപ്പം അവനവിടെ നിന്ന് സിനിമ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ, അതാണല്ലോ ഒഴുക്കിന് എതിരെ അതാണ് ചെറിയ മീനൊക്കെ ഇങ്ങനെ നീന്തിപ്പോണില്ലേ, ഇതുപോലെ ഒഴുക്കിൻ്റെ കൂടെ പോകലല്ല. എല്ലാവരും തലതിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് നേർമാർഗത്തിൽ നടക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ നടക്കുമ്പോഴാ ചെറുപ്പക്കാർക്കൊക്കെ പഠിക്കേണ്ട ചരിത്രമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രമുണ്ട്. വല്ലാത്ത അത്ഭുതം. ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, മോനെ, ഇങ്ങനെ ചോദിക്കും, നീ എന്ത് സുഗന്ധമാ തേച്ചിരിക്കണേ? വല്ലാത്ത സുഗന്ധം ചരിത്രത്തിൽ കാണാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ആഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ വല്ലാത്ത സുഗന്ധമാ, ശരീരത്തിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം അടിച്ചു വീശുകയാ. എല്ലാവരും ചോദിക്കും, നീ ഇതെവിടെന്നാ, ഇവിടെ എവിടെന്നാ? യാഫി എന്ന ചെറുപ്പക്കാരൻ സത്യത്തിൽ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാഫി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, യാഫിയെ, നീ ഈ സുഗന്ധം എവിടെ നിന്നാ മേടിച്ച? വല്ലാത്ത സുഗന്ധം. ആ ചെറുപ്പക്കാരൻ പറയും, ഞാൻ എൻ്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. ചരിത്രം പറയുകയാണ്, അവസാനം ഈ വീടിൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പോയിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാഫിയെ, ഇതെവിടെ നിന്നാ? എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്ന കാരണം എൻ്റെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോലും മാറിപ്പോകുന്നു. അതുകൊണ്ട് ഇതെവിടെ നിന്നാ? ഒന്ന് പറഞ്ഞതാ. നീ എന്തിനാ ഇത്രയും വലിയ സുഗന്ധം തേക്കുന്നത്? ആ യാഫി എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ സുഗന്ധം തേച്ചിട്ടില്ല. എൻ്റെ ശരീരത്ത് ഞാൻ സുഗന്ധം തേച്ചിട്ടില്ല. എൻ്റെ ശരീരത്ത് ഞാൻ സുഗന്ധം തേച്ച് പിന്നെ എങ്ങനെയും മണക്കണേ? നിന്റെ ശരീരം വല്ലാതെ സുഗന്ധം അടിക്കുന്നല്ലോ, നീ പോകുമ്പോൾ സുഗന്ധം പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നല്ലോ, എങ്ങനാ? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടൊരു ചരിത്രം പറയുകയാ. യാഫി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പാവപ്പെട്ടവനാണെങ്കിലും കാണാൻ വല്ലാത്ത സുന്ദരനാണ്. റബ്ബേ,
ഒരു ദിവസം തന്റെ കുടുംബത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് അതാ കൊട്ടാരത്തിൽ നിന്ന് തോഴിമാര് കടന്നു വരികയാണ്. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ കടന്നു വന്നു. യാഫിയെ നിന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്, നിന്നെ കൊട്ടാരത്തിലെ റാണി വിളിക്കുകയാണ്. പടച്ചവനെ, യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. അതാ പടച്ചവനെ, ഓരോ റൂമിങ്ങനെ കിടക്കുമ്പോഴും കവാടങ്ങൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ചെറുപ്പക്കാരൻ നടന്നു അതാ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കൊണ്ടുപോവുകയാ. ആ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, ഏറ്റവും കൂടിയ മനോഹരമായ സുഗന്ധം ധരിച്ചു, ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചു. യാഫി എന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ ശരീരത്തിന്റെ ഔറത്തുകൾ വെളിയിൽ കാണുന്ന വസ്ത്രം, ശരീരം പോലും പുറത്ത് കാണുന്ന ബെഡ്റൂമിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ഈ പെണ്ണ് ഓടി വന്നിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാ. ഓടി വന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ പറയുന്നു, യാഫിയേ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാടാ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാ, ഭ്രാന്ത് പിടിക്കുന്നു യാഫിയേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു താടാ യാഫിയേ. ആ പെണ്ണ് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കിടന്ന് യാചിക്കുകയാണ്. അല്ലാ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, റെഡിയാകടാ. തന്റെ കയ്യിലേക്ക് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട് ഒരുങ്ങാൻ പറയുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ കടന്ന് കരയുകയാ. അല്ലാഹുവേ, പെട്ടുപോയല്ലോ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ്. പടച്ചവരെ, ഇനി രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല റബ്ബേ. സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഈ പെണ്ണിന്റെ ശരീരമാണ് ആഗ്രഹിക്കുന്നത്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ. അവസാനം ഈ ചെറുപ്പക്കാരൻ ചെയ്തതെന്നറിയുമോ? അവിടെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്. എന്നിട്ട് അത് വാരിയിട്ട് തന്റെ ശരീരം മുഴുവനും തേക്കുകയാ. ആ മലവും മൂത്രവും എടുത്ത് തന്റെ ശരീരം മുഴുവനും തേക്കുകയാണ്. രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ വാതില് തുറന്ന് പുറത്തേക്ക് വരുമ്പോ പടച്ചവരെ, അതാ ശരീരം മുഴുവനും വിസർജനം വാരി തേച്ച് നിൽക്കുന്ന യാഫിയനെ കണ്ടപ്പോ സങ്കടത്തോടെ ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ യാഫിയേ? ഇതാരും കാണില്ലല്ലോ, ഇതാരും അറിയില്ലല്ലോ. ഇതിനകത്തിരുന്ന് ഞാനും നീയും എന്ത് ചെയ്താൽ ഒരാൾ പോലും കാണില്ലായിരുന്നല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഇന്നി എനിക്കല്ലാനെ പേടിയാടി, എനിക്കല്ലാനെ പേടിയാടി. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്ന് മറഞ്ഞിരുന്ന് ചെയ്താൽ പടച്ചറപ്പ് കാണുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. അവസാനം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തിരുന്ന് ആ പെണ്ണവടന്ന് ആട്ടിയിറക്കുമ്പോ പൊട്ടിക്കരന്നുകൊണ്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരുഭൂമിയിലേക്ക് വന്ന് തന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുകയാ. പാപം ചെയ്തു പോയല്ലോ റബ്ബേ, തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, എനിക്കിനി സ്വർഗം കിട്ടില്ലല്ലോ, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലല്ലോ. ശരീരം മുഴുവനും മണ്ണ് വാരിയിട്ട് പടച്ചവരെ രാവും
രാവും പകലും അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, യാഫി എന്ന ചെറുപ്പക്കാരൻ മഹാനവറുകളോട് പറയുകയാണ്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ വിഷമമെന്തെന്നറിയോ? ഈ പെണ്ണ് തൊട്ട ശരീരവുമായി ഞാൻ എങ്ങനാണ് മുത്തുനബിയുടെ മുന്നിൽ പോകുന്നത്, ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നത്, ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്നത്? പടച്ചവനെ, നിലവിളിച്ച് കരഞ്ഞു കരഞ്ഞു നടക്കുകയാണ്. അവസാനം അവിടെ ഉറപ്പേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് തൗബ ചെയ്തു. അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആരാ വരുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മുത്തുനബി അവിടുന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടാ, മുത്തുനബി എന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് ആ സുഗന്ധമാണ് ഈ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അവസരം കിട്ടുമ്പോ മുതലാക്കല്ലേ. പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് പിന്തിരിയാൻ കഴിയണം, തെറ്റുകളിൽ നിന്ന് അകലാൻ കഴിയണം. ഒരിക്കലും നിന്റെ ശരീരം പറയുന്നത് നീ അനുസരിക്കരുത്, ശരീരം പറയുന്നത് നീ കേൾക്കരുത്. നീ ശരീരത്തിന്റെ അടിമയല്ല, നിന്റെ നഫ്സ് നിന്റെ അടിമയാണ്. ഞാൻ പറയുന്നത് എന്റെ ശരീരം കേൾക്കണം. അങ്ങനെ ഒരു കാലം വന്നാ അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അങ്ങനെ നമ്മുടെ ശരീരം നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥ വന്നാൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം തരാമെന്ന് പടച്ച റബ്ബാണ് പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത് സ്വർഗം തരാമെന്ന്. അതുകൊണ്ട് ഉസ്താദേ, എന്റെ ശരീരം സ്വർഗത്തിന് പകരമായി എന്റെ ശരീരം, എന്റെ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനെ എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. 33 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവിതാണെന്ന് മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുമ്പോ, ഈ ഒരു ഇൽമ ഞങ്ങൾക്കും തരണേ അല്ലാ. ഞങ്ങളുടെ നഫ്സുകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു കൊടുക്കുക, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ പിടിച്ചു വെക്കുന്നത്, വരുതിയിൽ കൊണ്ടുവരുന്നത്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ശരീരം എൻ്റെ അടിമയാണ്. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സിറാജ് പറയുന്നത് സിറാജിൻ്റെ നഫ്സ് കേൾക്കണം, കേട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 ഇരിക്കല്ലേ? നിർത്താറായോ? ഇല്ല, ഇന്ന് ചായം കടിയൊന്നും ഇല്ലേ? ഇപ്പോൾ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കരുതിക്കൊണ്ട് നമ്മുടെ പരിപാടിക്ക്, വെള്ളിയാഴ്ച ദിവസത്തെ പരിപാടിക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. ഇന്ന് ഹദ്ദാദ് ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഹദ്ദാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ ഹദ്ദാദ്, അരമണിക്കൂറൊന്നും ഇല്ല. നിങ്ങളൊക്കെ ഇരിക്കണം, നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവാപ്പാ. ഒരു 10 മിനിറ്റേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, വേറെ ഒന്നുമില്ല. ഹദ്ദാദ് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ഹദ്ദാദിൽ എല്ലാവരും പങ്കെടുക്കണം. ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല കേട്ടോ ഉസ്താമാരെ, സലീം ഉസ്താദും എല്ലാവരും ഉണ്ട്. ഒരു കാരണവശാലും ആരെങ്കിലും ഉണ്ടോ ഇല്ലേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടങ്ങിയത് നിർത്താൻ എളുപ്പമാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് അതെന്തായാലും നിർത്താതെ തുടരണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ, ഇനി ഉസ്താമാർ ആരെങ്കിലും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുക, നിങ്ങൾ ആരെങ്കിലും അത് ഓതണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അത് നിർത്താതെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അത് തുടരാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം,
മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കണ്ടു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവേ, മഹാനവറുകൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും നോക്കി. എല്ലാവരും ഓരോ വസ്തുക്കൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാ. ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളെല്ലാവരും പടച്ചവനെ വിലപ്പെട്ട ചില സാധനങ്ങൾ അവിടെ നിന്ന് സൂക്ഷിച്ചു വെക്കുന്നതായി ഞാൻ കാണുകയാണ്. എന്തിനാണ് ഇവരൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുകയാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖിയാ. മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? എല്ലാവരുടെ കയ്യിലിരിക്കുന്നതും തീർന്നു പോകും. ഈ ലോകത്താരെല്ലാം എന്തൊക്കെ കൂട്ടിവെച്ചാൽ അതെല്ലാം ഒരു ദിവസം തീർന്നു പോകും. പക്ഷേ അല്ലാഹുവിന്റെ കയ്യിലുള്ളതുണ്ടല്ലോ, അത് ഒരിക്കലും തീർന്നു പോകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്നത് ഒരു ദിവസം തീർന്നു പോകും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാവരും കൂട്ടിവെക്കുന്നത് മുഴുവനും ഒരു ദിവസം തീർന്നു പോകും. പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും സ്വർണം കൂട്ടിവെക്കുന്നു, പണം കൂട്ടിവെക്കുന്നു, എല്ലാം അവർ സമ്പാദിക്കുന്നത് മുഴുവനും ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞു, ഈ കൂട്ടി വെച്ചത് മൊത്തം ഒരു ദിവസം പോകും. എത്ര കൂട്ടി വെച്ചാലും അതിന് എവിടെ കൊണ്ടുവച്ചാലും എല്ലാം പോകും. പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല. എനിക്ക് കിട്ടുന്നത് മുഴുവനും അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ പഠിച്ച മൂന്നാമത്തെ അറിവ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അറിവ് എന്താ? ഞാൻ എന്തൊക്കെ കൂട്ടി വെച്ചാലും എല്ലാം ഒരു ദിവസം പോവോ? നിങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയൊക്കെ കൊണ്ടിട്ടാലും എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും പോകൂലേ? പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലുള്ളതോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അല്ലാഹുവിന്റെ കൈ കൊടുത്തത് അത് സേഫായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ ലോക്കർ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പേ ഞാൻ അത് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുമായിരുന്നു. പടച്ചവൻ അല്ലാഹുവിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, യതീമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, രോഗികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനൊന്നും കരുതി വെക്കാറില്ല. എൻ്റെ കയ്യിൽ നാളത്തേക്ക് വേണ്ടി ഞാനൊന്നും കൂട്ടി വെക്കാറില്ല. എല്ലാം അല്ലാഹുവിന്റെ കയ്യിൽ സുരക്ഷിതമായി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ മിൻ കസ്ബി തയ്യിബി വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബാ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിയഹും ലിസാഹിബിഹാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കയ്യിലെ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കാറുള്ളൂ. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് മാത്രമേ അല്ലാഹു സ്വീകരിക്കാറുള്ളൂ. പലിശ വേണ്ട, ഹറാമ് വേണ്ട, ലോൺ എടുത്തത് വേണ്ട, ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചത് വേണ്ട, പറ്റിച്ചുണ്ടാക്കിയത് വേണ്ട, ഹലാൽ
ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ കഷ്ണം നീ സദഖ കൊടുത്താ അല്ലാഹു അത് ഒരു കാരക്കയുടെ പകുതിയാണെന്ന് നോക്കാറില്ല. നീ കൊടുത്തത് ലക്ഷമാണോ 1 രൂപയാണോ അല്ലാഹു എല്ലാത്തിനും പരിഗണനയൊന്നാണ്. ആ കൊടുത്തത് 1 രൂപയാണെങ്കിലും അല്ലാഹു അവിടുന്ന് തന്റെ വലം കൈകൊണ്ട് സ്വീകരിക്കുകയാ, അവിടുന്ന് വലത് കൈകൊണ്ട് സ്വീകരിക്കുകയാ. എന്നിട്ട് നിങ്ങളിൽ ഒരാള് തന്റെ വീട്ടില് കുതിരയുടെ കുട്ടിയെ വളർത്തുന്നത് പോലെ, ഒരു കുതിരയുടെ ചെറിയ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുന്നത് പോലെ നീ കൊടുത്ത കാരക്കയുടെ പകുതി ഉണ്ടല്ലോ അല്ലാഹു നോക്കി വളർത്തുകയാ, അല്ലാഹു നോക്കി വളർത്തുകയാണ്. എന്നിട്ടോ നാളെ നീ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് മീസാൻ എന്ന് പറയുന്ന നന്മതിന്മ തൂക്കുന്ന ത്രാസിന്റെ മുന്നിലെത്തുമ്പോ നീ കൊടുത്ത ഈ കാരക്കയുടെ പകുതി ഉണ്ടല്ലോ അല്ലാഹു നിനക്ക് ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന പള്ളിക്ക് ലക്ഷം കൊടുത്താൽ നീ കൊടുക്കുന്നത് 1 രൂപയാണെങ്കിലും ആ 1 രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു വലത് കൈകൊണ്ട് സ്വീകരിച്ചിട്ട് ഉളുഹിയ മൃഗത്തെ നമ്മൾ വളർത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഒരു കുതിരയുടെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത സദഖ അല്ലാഹു വളർത്തുകയാണ്. എന്നിട്ടോ നാളെ നീ പരലോകത്ത് ചെല്ലുമ്പോ പർവ്വതത്തോളം വലിപ്പമുള്ളതാക്കി അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സദഖ ചെയ്യാൻ മടിയാട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ മടിയാട്. ശൈത്താൻ പറയും കുറഞ്ഞു പോകും, നിനക്ക് ദാരിദ്ര്യം വരും എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാതെ പൂഴ്ത്തി വെക്കുന്നവന് എന്തൊരു വലിയ ഭാഗ്യമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്, എത്ര വലിയ ഭാഗ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന സദഖത ലതുത്ഫി അന്നഹി ഹർറുൽ ഖുബൂർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സദഖ കൊടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് കുത്തറ കോടിയുണ്ടെങ്കിലും എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലും പാപങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും കൊടുക്കാത്ത മനുഷ്യൻ കേട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഇന്ന സദഖത അൽ മുസ്ലിമു തസീദു ഫീ അംരിഹി വ തംനഉ മിയത്തി തമീതതസൂ വയദ്ഹബുല്ലാഹു ബിഹൽ കിബ്റു വൽ ഫഖ്റു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ സദഖ കൊടുത്താ കിട്ടുന്ന ഒരു പ്രതിഫലം പറയാ, അത് പള്ളിക്കാകട്ടെ, പാപങ്ങൾക്കാകട്ടെ, കോളേജുകൾക്കാകട്ടെ, മദ്രസകൾക്കാകട്ടെ, രോഗികൾക്കാകട്ടെ, അതാ പാവപ്പെട്ട പെൺകുട്ടികൾക്കാകട്ടെ, ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നീ സദഖ കൊടുത്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നമ്മുടെ ആയുസ് നീട്ടിത്തരണ്ടേ, നമ്മുടെ ആയുസ് നീട്ടണോ, നമ്മുടെ ആയുസിൽ വർധനവ് വേണോ? സദഖ കൊടുത്താൽ സദഖ കൊടുക്കുന്നതിലൂടെ അല്ലാഹു ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചരിത്രം പഠിച്ചവരാ. ഒരു സദഖ കൊടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി മരിക്കുമെന്ന് മുത്തുനബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തതാ. കെട്ടിപ്പിടിച്ച് യാത്രയാക്കി നബിയെ ഇനി മയ്യത്തെ കൊണ്ടുവരൂ എന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ള യാത്രയാക്കിയ സ്വഹാബി മയ്യത്തായി തിരിച്ചു വരുമെന്ന് കരുതിയ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജീവനോടെ തിരിച്ചു വന്ന ചരിത്രം പഠിച്ചവരാ. എന്തിന്റെ പേരില്? റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ പോലെ അല്ലാഹു തിരിച്ചു പിടിച്ചെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ
അല്ലാഹു അസ്റായിലിനെ തിരിച്ചു വിളിക്കുകയാ. എന്തിന്റെ പേരില്? ഒരു പാവപ്പെട്ട 2 യതീമായ മക്കളെ സഹായിച്ചതിന്റെ പേരില്, വിവാഹപ്രായമെത്തിയ 2 യതീമായ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ, സദക്ക കൊടുത്തതിന്റെ പേരിൽ ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്ത ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചവരല്ലോ. ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? രോഗങ്ങൾ കടന്നു വരുമ്പോ എന്തിനാ പള്ളിക്ക് സദക്ക കൊടുക്കുന്നത്? ഉസ്താദേ മാറണം, ദീർഘായുസ് വേണം, ആയുസ് വേണം. പഠിച്ചവനെ ഇപ്പോഴും ഒരു പേപ്പറുണ്ട്, ഒരു പ്രിയപ്പെട്ട സഹോദരി 5000 രൂപ തന്നിട്ട് ദുആ ചെയ്യാ പറഞ്ഞിരിക്കുന്നത് എന്തിനെന്നറിയുമോ? ഉസ്താദേ ക്യാൻസറാണ്, ഉസ്താദേ ക്യാൻസറാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദേ, 2 ചെറിയ പെമ്മക്കളുണ്ട് ഉസ്താദേ, അവരെ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ, ആ മക്കളെ ഒന്ന് കല്യാണം കഴിച്ച് കൊടുക്കുന്നത് വരെ എനിക്കായുസ് വേണം ഉസ്താദേ, എനിക്കായുസ് വേണം ഉസ്താദേ, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യോ. അല്ലാഹുവേ, ചിന്തിച്ചു നോക്ക്, തന്റെ പൊന്നാര മക്കളെ താരുടെയെങ്കിലും പെൺമക്കളാണ് കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വരെയെങ്കിലും എനിക്കായുസ് വേണം, എൻ്റെ മക്കളുടെ വിവാഹം എനിക്കൊന്ന് കാണണം, എനിക്കായുസ് കിട്ടാൻ അല്ലാ ആ പെങ്ങൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എത്രയെത്രയോ പേര് പടച്ചവര് ഇതുപോലെ സദക്ക കൊടുത്തിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയവരുണ്ട്. ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, കാണേണ്ടവരെയൊക്കെ കാണിച്ചോ. 24 മണിക്കൂർ ഡോക്ടർമാര് പറഞ്ഞ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ വാപ്പാ, ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? ഡോക്ടർമാര് പോലും പടച്ചവനെ അത്ഭുതപ്പെട്ടു പോയി. എത്രയോ പേരുടെ ചരിത്രമറിയാ. അള്ളാന്റെ റസൂലാ പറഞ്ഞത്, സദഖ കൊടുക്കുന്നവന്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? താടിയും തഴമ്പും കൊണ്ട് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ അവസാനം എങ്ങനെയാണെന്നറിയോ? നമ്മുടെയൊക്കെ അവസാനം എങ്ങനെയാണ്? പടച്ചവരെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, കാസർഗോഡ് ഒരു സ്ഥലത്ത് വാഴ്തിന് പോയി തിരിച്ചു വരുമ്പോ ഒരു വീട് കാണിച്ചിട്ട് കൂടെ നിന്ന മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഈ വീട്ടിലെ മനുഷ്യൻ ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്, അവിടെ നിന്ന് തൂങ്ങിയാണ് മരിച്ചത്. ഹജ്ജ് ചെയ്ത ഹാജിയാര്? പടച്ചവനെ അത്ഭുതപ്പെട്ടു പോയി. ഹജ്ജിന് പോയ ഹാജിയാരാണ്? അള്ളാന്റെ പരിശുദ്ധമായ കഅബ കണ്ട മനുഷ്യൻ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്രയോ പേര് സഹോദരങ്ങളെ, 5 നേരം നിസ്കരിക്കുന്നവർ, നിസ്കാര തഴമ്പുള്ളവർ, ഒറ്റ നിമിഷം കൊണ്ട് മോശമായ മരണത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ. അല്ലാ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു തന്ന സമ്പാദ്യം പടച്ച റബ്ബിന്റെ തൃപ്തി കരുതിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്താ മോശമായ മരണമുണ്ടല്ലോ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന മരണം, ദുർമരണങ്ങൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തേ ഇത്ര ധൈര്യം? നമുക്ക് ആമീൻ പറയാൻ പോലും മടി, ആമീൻ പറയാൻ പോലും മടി. കാരണം നമ്മൾ തീരുമാനിച്ച് നമുക്ക് ഈമാനുള്ള മരണം കിട്ടുമെന്ന്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമെ, അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പട്ടിയെ പോലെ ചത്തുപോയെന്ന്. പട്ടി ചത്തുപോയതുപോലെ ചത്തുപോയെന്ന് പറഞ്ഞ ഒരു ചരിത്രം ഖുർആനിൽ കാണാം. ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയോ? ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു മഹാന്, ബല്ലാഹുബ്നു ബാവൂർ എന്ന് പറയുന്ന ഒരു മഹാന്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവനാണ്. വല്ലാഹുവേ, 2 കൈയും ഉയർത്തിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാ ഉടനെ ഉത്തരം കിട്ടുമായിരുന്നു. അത്രയും വലിയ മഹാനാണ്. അവസാനം കാഫിറായി ചത്തുപോയത് എത്രയോ സഹാബത്തിന്റെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സഹാബിയാണ്, മാടപ്പറാവെന്ന് സ്വഹാബത്ത്
വിളിച്ചിരുന്ന സ്വഹാബിയാട് അവസാനം ഈമാനില്ലാതെ നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഭയന്നിരുന്നു. ഇബ്രാഹിം നബി പോലും അള്ളാഹുവിനോട് കഅബാലയം പണിതിട്ട് റബ്ബിനോട് ആദ്യം ചോദിച്ച വാദ്യവാചകം എന്താ? അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ദുആ ചെയ്തത് ഇബ്രാഹിം നബിയാ, യൂസുഫ് നബിയും ദുആ ചെയ്തത് അല്ലാഹുവേ തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണവാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയാണ്. പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് കരയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. മുത്തുനബി പോലും അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം മൂസിന് കിട്ടുന്നതല്ല. എന്തെങ്കിലും ഒരു നന്മ പറയാ നിന്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുത്താ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് അല്ലാഹു ദുർമരണം തരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വയദ്ഹബുല്ലാഹു ബിഹാ അൽ ഖിബ്റു വൽ ഫഖ്റു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഹങ്കാരവും ദുരഭിമാനവും അല്ലാഹു നിന്റെ ഹൃദയത്തിൽ തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചിലരൊക്കെ പുത്തൻ പണക്കാരുണ്ടല്ലോ, എന്തൊരു അഹങ്കാരമെന്നറിയോ? പടച്ചവൻ അവന്റെ നടത്തവും അവന്റെ സ്വഭാവവും കണ്ട പാപങ്ങളോടൊന്നും മിണ്ടില്ലല്ലോ. വേണമെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടണം, പാപങ്ങളോട് സംസാരിക്കുകയില്ല. പെട്ടെന്ന് പണമുണ്ടാക്കിയവനാട്, ഒരുപാട് സമ്പാദിച്ചു വെച്ചവനാട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പാപങ്ങൾക്കൊക്കെ കൊടുക്കുന്നവൻ പടച്ചവനെ ഇങ്ങോട്ട് വന്ന് സലാം പറയുകയാണ്. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ചില പുത്തൻ പണക്കാരെന്ന് പറഞ്ഞാൽ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല, സലാം പറയൂല. ഓന്റെ നടത്തവും പ്രവർത്തനവും കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു ഇവനാണ് ഏറ്റവും വലുത്.